ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാനൊരു റിക്വസ്റ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കാണിക്കുന്നത്. ഈ ഒരു മോഡൽ ചെയ്ത് കാണിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനുവേണ്ടി നമ്മൾ ഷിഫോണാണ് ക്ലോത്ത് എടുക്കുന്നത്. ഷിഫോണ് ജോർജറ്റ് ആ ഒരു മെറ്റീരിയൽ നമുക്കിത് ചെയ്യാൻ പറ്റും. 5 മീറ്ററാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ലൈനിങ്ങും എടുത്തിട്ടുണ്ട്. സെയിം തന്നെ ലൈനിങ്ങും എടുക്കുക, അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഓക്കെ, സെയിം തന്നെ ലൈനിങ് എടുക്കുക, 5 മീറ്റർ തന്നെ. ഇനി നമുക്ക് ആദ്യം തന്നെ നമ്മുടെ 5 മീറ്റർ ക്ലോത്ത് മൊത്തത്തിലെ 4 മടക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, 4 ഫോൾഡ് ചെയ്ത് വെച്ചിട്ടാണ് ഉള്ളത്. ആദ്യം നേരെ 2 മടക്കി, പിന്നെ 4 മടക്കിയിട്ട് ഇതേപോലെ വെച്ചിട്ടുണ്ട്. അപ്പം 4 മടക്കിയിട്ട് ഈ ഒരു കോണ് കണ്ടില്ലേ, ഈ ഒരു കോണ് നമ്മൾ എന്ത് ചെയ്യാം, ഈ കോണിലേക്കാണ് പിന്നെ നമുക്ക് മടക്കി കൊടുക്കേണ്ടത്. ഞാനിതിൽ കാണിക്കുന്ന പോലെ തന്നെ മടക്കി കൊടുക്കുക. ആദ്യം 4 മടക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു കോണിലേക്ക് നമുക്ക് ഈ ഒരു ഭാഗം ഇങ്ങനെ ക്രോസ് ആയിട്ട് വെച്ച് കൊടുക്കണം. കണ്ടില്ലേ, ഈ ഓപ്പണായ ഭാഗം ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന പോലെ ഇങ്ങനെ ഇതേപോലെ മടക്കിയിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ അറ്റം വരെ ഇതേപോലെ കറക്റ്റായിട്ട് മടക്കി കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഇതൊക്കെ കഴിഞ്ഞിട്ട് മാത്രമാണ് ഞാൻ യോക്ക് കട്ട് ചെയ്യുന്നുള്ളൂ. ആദ്യം തന്നെ നമ്മൾ ഫ്ലെയറാണ് കട്ട് ചെയ്തെടുക്കുന്നത്. കാരണം നമുക്ക് ക്ലോത്ത് ബാക്കി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇതേപോലെ ആദ്യം തന്നെ നമ്മൾ ഫ്ലെയർ ആയിട്ടുള്ള ഭാഗം ആദ്യം കട്ട് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതേപോലെ മടക്കിയിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗത്താണ് നമ്മുടെ യോക്കിൻ്റെ എൻഡിൽ വരേണ്ട അളവ് കൊടുക്കേണ്ടത്. മനസ്സിലായോ? ഇവിടുന്ന് ഈ ഒരു ഭാഗത്ത് നമ്മുടെ അളവ് കൊടുക്കണം. അപ്പോൾ എങ്ങനെയാണ് അളവ് കൊടുക്കുക എന്നൊക്കെ ഉള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഓരോരോ ആൾക്കാരുടെ അളവിനനുസരിച്ചിട്ട് അതിൽ മാറ്റം വരുത്തുക. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഇതിലൊന്ന് കാണിക്കാം, എങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത് എന്നുള്ളത്. എൻ്റെ യോക്കിൻ്റെ അളവ് ആ റൗണ്ടായിട്ട് വരുന്നത് 30ആണ്. അപ്പോൾ 30 ഡിവൈഡഡ് ബൈ 8 എന്നുള്ളത് കോമൺ ആണ്. അതിപ്പോൾ നിങ്ങൾ 40 ആണെങ്കിൽ 40 ഡിവൈഡഡ് ബൈ 8 അതേപോലെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ എനിക്ക് 30 ഡിവൈഡഡ് ബൈ 8 ആയപ്പോൾ 3.75 ആണ് എൻ്റെ ആൻസർ കിട്ടിയത്. അപ്പോൾ ഞാനിതാ ഇതേപോലെ വെച്ചിട്ട് ഈ കോണിൽ നിന്ന് താഴത്തേക്ക് 3.75 മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ എന്ത് ചെയ്യുക, ഈ ഒരു ഭാഗത്ത് ആ ഒരു അളവ് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് ഡൗട്ടൊന്നും വരേണ്ട കാര്യമില്ല, ഇതേപോലെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അവരവരുടെ അളവിനനുസരിച്ചിട്ട് അത് കൊടുക്കുക. ഞാൻ ഇതേപോലെ അത് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇനി നമുക്ക് ലെങ്ത്ത് കൊടുക്കേണ്ടത്. ഫുൾ ലെങ്ത്താണ് എടുക്കുന്നത്. നമ്മൾ എന്താ പറയുക, ഫുള്ളായിട്ടാണല്ലോ ആ ഗൗൺ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഫുൾ ലെങ്ത്താണ് എടുക്കുന്നത്. ഇനി ഇത് കഴിഞ്ഞിട്ടാണ് നമ്മളിനി നെക്സ്റ്റ് നമ്മുടെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. കണ്ടില്ലേ, ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ യോക്കിൻ്റെ ആ ഒരു അളവ് കിട്ടും. നമ്മൾ കറക്റ്റ് അളവാണ് കൊടുത്തിട്ടുണ്ട്, അതേപോലെ കിട്ടും. ഇനി ഞാനിതിൽ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ യോക്ക് കഴിഞ്ഞിട്ട് എത്ര ലെങ്ത്ത് വേണം എന്നുള്ളത്. ഫുൾ ലെങ്ത്താണ്. അപ്പോൾ ഞാനിതിൽ 40 കൊടുക്കുന്നത്. യോക്ക് കഴിഞ്ഞിട്ട് എനിക്ക് ബാക്കി 40 വേണ്ടത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ആദ്യമേ എന്താ ചെയ്യുക, കണ്ടുപിടിച്ച് വെക്കുക, എത്രയായിരിക്കും വേണ്ടി വരിക എന്നുള്ളത്. ഞാൻ 40 കൊടുക്കുന്നത്. അത് ഇതേപോലെ കണ്ടില്ല, ആർച്ച് പോലെ ആയിട്ട് മാർക്ക് ചെയ്തിട്ട് അത് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. 44 മാത്രമാണ് ഈ ഒരു ക്ലോത്തിൻ്റെ വിടുത്ത് വരുന്നത്, അല്ലാണ്ട് 60 ഒന്നും ഇല്ല. ചില ആൾക്കാരൊക്കെ 60 ഉണ്ടെങ്കിൽ ഇത് ചെയ്യാൻ പറ്റും എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഒരിക്കലുമില്ല. നമുക്ക് 44 വിടുത്തിലും ഈ ഒരു ഫുൾ ഫ്ലെയർ വരുന്ന സംഭവം ചെയ്യാൻ പറ്റും, ഗൗൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞ് കണ്ടില്ല, ഇതേപോലെയാണ് ഫ്ലെയറും കാര്യങ്ങളൊക്കെ വരിക. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു പീസ് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഈ ബാക്ക് പീസ് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഫ്രണ്ട് പീസിൽ ഇനി ഒരു കട്ടിങ്ങും കൂടി ഉണ്ട്. കാരണം ഫ്രണ്ടിൽ കുറച്ച് കയറി നിൽക്കുന്ന ടൈപ്പിൽ കണ്ടിട്ടില്ലേ, അതെങ്ങനെയാണ് ചെയ്യാന്നുള്ളതാണ്. ആദ്യം നമുക്കിതിനെ ജസ്റ്റ് 2 മാത്രം മടക്കിയാൽ മതി. 4 ഫോൾഡ് ഒന്നും ചെയ്യേണ്ട. ജസ്റ്റ് 2 മാത്രം ഇതേപോലെ നേരെ പകുതിയാക്കിയിട്ട് മടക്കി വെച്ചിട്ടാണ് ഉള്ളത്. കണ്ടില്ല, ഇതേപോലെ മടക്കിയിട്ട് നിവർത്തി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എനിക്ക് നിലത്ത് വെച്ച് കട്ട് ചെയ്താലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ടേബിളൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് എത്രയാണ് പറയുക, നമുക്ക് ഈ ഒരു ഫ്ലെയർ എത്ര താഴത്ത് കയറി നിൽക്കണം എന്നുള്ളത് ഞാനൊരു 10 മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ആ 10ൽ നിന്ന് നേരെ സ്ട്രെയിറ്റ് ആയിട്ടാണ് വരച്ചു കൊടുക്കുന്നത്. അല്ലാണ്ട് നിങ്ങൾ ചേരിച്ചിട്ടൊന്നും വരയ്ക്കാൻ നിൽക്കേണ്ട, സ്ട്രെയിറ്റ് ആയിട്ട്. ഞാനിതിൽ 10 താഴേന്ന് മേലോട്ടേക്ക് 10 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതേപോലെ എന്ത് ചെയ്തിട്ടുണ്ട്, സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ടാണ് ഇനി ഞാൻ യോക്കും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യുന്നത്. കാരണം ഓൾറെഡി നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത്രയും ക്ലോത്ത് ബാക്കിയാണ്. മീഡിയം സൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് ഇത്രയും ബാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഇതിൽ നിന്ന് തന്നെ യോക്കും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ യോക്കിൻ്റെ ലെങ്ത്ത് 14 കൊടുത്തിട്ടുള്ളത്. ഇതേപോലെ യോക്ക് ലെങ്ത്ത് 14 കൊടുത്ത് അത് കഴിഞ്ഞിട്ട് ഷോൾഡർ, ചെസ്റ്റ് ഷേപ്പ് ഇതൊക്കെ നമ്മൾ കൊടുക്കണം. അപ്പോൾ 1 by 1 ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സാധാരണ യോക്ക് എങ്ങനെയാണോ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത് അതേപോലെ തന്നെ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ മാക്സിമം ക്ലോത്ത് വേസ്റ്റ് ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ആദ്യം തന്നെ എന്ത് ചെയ്തിട്ടുള്ളത്, യോക്ക് കട്ട് ചെയ്യാതെ ഫ്ലെയർ കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിതിൽ നിന്ന് ഒരു പൊടി പോലും ക്ലോത്ത് ബാക്കി വന്നില്ല. എല്ലാം സ്ലീവിന് ഉൾപ്പെടെ എനിക്ക് കിട്ടുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും എളുപ്പം.
അപ്പോൾ എന്ത് ചെയ്തു, ഇതേപോലെ നമ്മൾ യോക്കും കൂടിയും കട്ട് ചെയ്തെടുക്കുക. ഇനി യോക്കിൽ ഏത് നെക്ക് വേണം എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. വിയോ സ്ക്വയറോ അതെന്ത് വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൊടുക്കുക. ഞാനിതിൽ റൗണ്ട് നെക്കാണ് കൊടുക്കുന്നത്. 5.5 ഇഞ്ച് ഇറക്കം വന്നിട്ടുള്ള ബാക്കും ഫ്രണ്ടും ഒരേ ലെങ്ത് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഒരു റൗണ്ട് നെക്ക്, സിമ്പിളായിട്ടൊരു റൗണ്ട് നെക്ക് അങ്ങ് കൊടുത്തു. ഇനി നിങ്ങൾക്ക് യോക്കിൽ വേറെ എന്തെങ്കിലും ഡിസൈൻ കൊടുക്കണമെങ്കിലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് യോക്കിൽ എന്ത് ഡിസൈൻ വേണമെങ്കിൽ കൊടുക്കാം. കാരണം നമ്മൾ ഈ ഒരു ഡ്രസ്സും യോക്കുമായിട്ട് വലിയ ഇതൊന്നുമില്ല. ഇനി അത് കഴിഞ്ഞിട്ട് സ്ലീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കട്ടിങ് വരുന്നുണ്ട്. ഇങ്ങനെ നേരെ സെൻറ്ററിൽ കട്ടിങ് വരുന്ന പോലെയാണ് കിട്ടിയത്. കാരണം ക്ലോത്ത് അത്രയല്ലേ ഉള്ളൂ, 5 മീറ്ററിലാണ് ഞാനിത് ഫുള്ളും ചെയ്തെടുത്തത്. അപ്പോൾ ഇതേപോലെ സെൻറ്ററിൽ കട്ടിങ് വരുന്നുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് ലൈനിങ് കട്ട് ചെയ്ത് ഞാൻ പ്രത്യേകിച്ചിട്ട് അങ്ങനെ കാണിക്കുന്നൊന്നുമില്ല. സെയിം തന്നെ ലൈനിങ്ങും കട്ട് ചെയ്തെടുക്കുക. ഫ്ലെയർ ഉൾപ്പെടെ സെയിം തന്നെ കട്ട് ചെയ്തെടുക്കുക. മനസ്സിലായി? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലൈനിങ്ങും 5 മീറ്റർ എടുത്തോളാം. ഓക്കെ, ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ആദ്യം നമുക്ക് ലൈനിങ്ങുമായിട്ട് നമ്മുടെ യോക്ക് ഫുള്ളായിട്ടൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. നെക്കും ഫിനിഷ് ചെയ്തെടുക്കണം. ഇതൊക്കെ ഞാൻ കാണിക്കുന്നില്ല, കാരണം എപ്പോഴും നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്യുന്ന ഇനി എന്തിപ്പോൾ കാണിക്കാനുള്ളത് അറിയായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ബിഗിനേഴ്സിന് നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ അറിയില്ലേ, അത് ജസ്റ്റ് മുന്നേയുള്ള വീഡിയോസൊക്കെ നോക്കുക. ഞാൻ ഒരുപാട് പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും എടുത്ത് കാണിക്കുന്നില്ല. പിന്നെ ഇത് ഞാൻ പതിച്ച് സ്റ്റിച്ച് ചെയ്യുന്നില്ല. കുറേ ആൾക്കാർ കമൻ്റായിരുന്നു, ഇത് പതിച്ച് സ്റ്റിച്ച് ചെയ്യുന്നത് നല്ലത്, ഹെം ചെയ്ത് കൊടുത്താൽ പോരെ, കുറച്ച് വൃത്തിയായിരിക്കില്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഓക്കെ, കുറച്ച് കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, ഭംഗിയായിട്ട് കിട്ടിയാൽ മതി എന്നുള്ളതുകൊണ്ട് ഞാൻ കൈവച്ച് തുന്നാന്ന് ഫൈനലി തീരുമാനിച്ചു. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഭാഗം അങ്ങോട്ട് മാറ്റി വെച്ചു. ഇനി നമുക്ക് സ്ലീവാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. സ്ലീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് സെൻറ്റർ ഒന്ന് എന്താ പറയുക, കട്ടിങ് ഉള്ളതുകൊണ്ട് തന്നെ അതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് സ്ലീവ് ഇതേപോലെ ഇഷ്ടമല്ല എന്നുള്ള ആൾക്കാർ 1/2 മീറ്റർ സ്ലീവിന് വേണ്ടി മാത്രം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ക്ലോത്ത് വാങ്ങിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നോക്കിയിട്ട് ചെയ്യാം. അപ്പോൾ ഇതേപോലെ എന്ത് ചെയ്തിട്ടുണ്ട്, സ്ലീവ് നമ്മൾ ആ ഒരു ജോയിൻറ്റ് കൊടുത്തിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. സ്ലീവ് ഇതേപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. എളുപ്പമാണ്, ഇത് വളരെ സിമ്പിളാണ്. ശരിക്കും പറഞ്ഞാൽ ചെയ്യണമെന്ന് ആദ്യം വിചാരിച്ചാണ്, ചെയ്യേണ്ട ഇത് സിമ്പിളല്ലേ എന്ന്. പക്ഷേ വീണ്ടും റിക്വസ്റ്റ് വന്നപ്പോഴാണ് ശരി എന്നാൽ ചെയ്ത് കളയാമെന്ന് വിചാരിച്ച്. അത്രയും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഗൗണാണിത്. ഇനി അത് കഴിഞ്ഞിട്ട് ഇനി ഇതിൻ്റെ താഴത്ത് നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ആ ഫ്ലെയർ ഇവിടെ ഫിറ്റ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ സെൻറ്റർ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഇവിടെ ചെറിയൊരു കട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്ലെയറിൻ്റെതും സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഇതിൻ്റെ മുകളിൽ ഇതേപോലെ കറക്റ്റായിട്ട് സെൻറ്ററിൽ വെച്ച് കൊടുക്കുക. ലൈനിങ്ങും ഇതേപോലെ തന്നെ വെച്ച് കൊടുക്കുക. ഇത് കണ്ടില്ലേ, ഇതേപോലെ വെച്ചിട്ട് നമുക്കിതിങ്ങനെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഈ ഒരു ഭാഗം ജോയിൻ ചെയ്തു. സെയിം തന്നെ ബാക്കിലേക്കും ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിന് ഒന്ന് സൈഡൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സൈഡ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ സ്ലീവ് ഉൾപ്പെടെ ഷേപ്പായിട്ട് വരിക. സ്റ്റിച്ച് ചെയ്തിട്ട് ഇവിടെ വരെ മാത്രമാണ്, ഈ ഒരു യോക്കിൻ്റെ ഇവിടുന്ന് ഈ കുറച്ച് താഴത്തേക്ക് മാത്രമേ നമ്മൾ ഒന്നിച്ചിട്ട് ചെയ്യുള്ളൂ. അത് കഴിഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്യണം. അത് എന്താ പറയുക, അങ്ങനെ ചെയ്താലേ വൃത്തിയായിട്ടുണ്ടാവുള്ളൂ. അല്ലാണ്ട് ഒന്നിച്ച് താഴെ വരെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഭംഗിയും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ നോക്കാം. ഞാനിത് ഇവിടെ വരെ മാത്രമേ ഒന്നിച്ചിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇതിലിനിയിപ്പോൾ ഡൗട്ട് വരണ്ട, ലൈനിങ് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമ്മുടെ മെയിൻ ക്ലോത്തിന് ഇതേപോലെയാണ് വെക്കേണ്ടത്. എന്നിട്ട് ഇവിടത്തേക്കല്ലേ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് അവിടുന്ന് പിന്നെ താഴോട്ടേക്ക് സ്റ്റിച്ച് ചെയ്ത് വരിക. ഏറ്റവും എൻഡ് വരയ്ക്കും നമ്മൾ ഒന്നിച്ച് സ്റ്റിച്ച് ചെയ്ത് വരിക. അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ ഉള്ളിലോട്ടേക്ക് ആക്കുക. ഓക്കെ, ഇവിടുന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു സാധനം ഉള്ളിലോട്ടേക്ക് ആക്കിയിട്ട് എന്ത് ചെയ്യുക, അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ളിലോട്ടേക്ക് ആക്കുക. എന്നിട്ട് ലൈനിങ്ങിനെ ഒന്നിച്ച് പിടിക്കുക. എന്നിട്ട് ഇവിടുന്ന് മുതൽ ലൈനിങ്ങും എന്ത് ചെയ്യുക, സ്റ്റിച്ച് ചെയ്ത് വരിക. ഇതേപോലെയാണ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക. ഇതിലും ഡൗട്ട് ഉണ്ടായിരുന്നു, അതെങ്ങനെയാണ് ചെയ്യുന്നത് മനസ്സിലായില്ല എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് എടുത്ത് കാണിച്ചത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഫുള്ളായിട്ട് ഫിനിഷായി. ഇനി ഇതൊന്ന് കൈവച്ച് തുന്നണം എന്നുള്ള പരിപാടി മാത്രമേ ബാക്കിയുള്ളൂ. ഫുൾ ഫിനിഷായിട്ടുണ്ട്, ഷേപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞ്. ഇനി നമ്മൾ താഴത്തെ ഭാഗം ഞാൻ എന്താ പറയുക, അത് മടക്കി സ്റ്റിച്ച് ചെയ്യല്ല ചെയ്ത് ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്ത്. ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ടുണ്ടാവും. കാരണം താഴത്ത് ഇങ്ങനെ കുറച്ച് നീറ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ വന്നാലാണ് ഭംഗിയായിട്ടുണ്ടാവുക. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ ഡ്രസ്സ് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി ഇതിലെന്തെങ്കിലും സ്റ്റോൺ വർക്കോ കാര്യങ്ങളോ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ലേസോ കാര്യങ്ങൾ എന്ത് വേണമെങ്കിലും ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഡിസൈൻ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് ചെയ്തൊരു സംഭവമാണ്. കട്ടിങ്ങിൽ മാത്രമേ നമുക്ക് കുറച്ചൊരു ഡിഫറൻ്റ് ആയിട്ടുള്ളൂ, അല്ലാണ്ട് കാര്യമായിട്ടൊന്നുമില്ല. ഇനി ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണ് ഉണ്ടാവുമെന്ന് കാണിക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. ഞാൻ സെയിം കളർ ഷോൾ ഇതിൻ്റെ കൂടെ ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ആ ഒരു കളറിന് മാച്ചായിട്ട് ഷോളും കിട്ടി. പിന്നെ പാൻറ്റ് ഞാൻ സിഗരറ്റ് പാൻറ്റ് ഇല്ലേ, ആ ഒരു പാൻറ്റാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ലെഗിൻസ് ഇടാണെങ്കിൽ അങ്ങനെയും ഇടാം. സെയിം കളറിൽ തന്നെ മാച്ചാക്കിയിട്ട്
ഇതേപോലെ ഫ്രണ്ട് കുറച്ച് കയറിയിട്ടും ബാക്ക് ഫുള്ളായിട്ട് ഇറങ്ങിയിട്ടും വരുന്നൊരു ടൈപ്പിലാണിത് വരുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ആയോ ഇല്ലയോ ഇഷ്ടമായോ എന്നൊക്കെ ഉള്ളത് കമൻറ്റിൽ പറയുക. ഈദിനൊക്കെ ഇടാൻ പറ്റിയ ഒരു ഡ്രസ്സാണിത്. പെരുന്നാളിനൊക്കെ എന്താ പറയുക ഫുൾ സ്ലീവൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ടുണ്ടാവും. അപ്പോൾ ഇനിയും ഒരുപാട് ഡിസൈൻ ചെയ്യാനുണ്ട്. റിക്വസ്റ്റഡ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എനിക്ക് മെസ്സേജ് അയയ്ക്കാം. ഞാൻ മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ട്രൈ ചെയ്യും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാലും ഞാൻ റിപ്ലൈ തരും. അപ്പോൾ ഇനി നമുക്ക് അടുത്ത അടിപൊളി വീഡിയോസ് ആയിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.